കടമ്മനിട്ടയുടെ കോഴി എന്ന പേരിൽ ഒരു കവിതയുണ്ട്. അതിൽ തള്ളക്കോഴികൾ കുഞ്ഞിക്കോഴികളെ ഉപദേശിക്കുന്ന രംഗങ്ങളാണ്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. നാളെ നിന്നെ കൊത്തിമാറ്റുമ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, എന്റെ കർമ്മം ഞാൻ കൊക്കോ. അപ്പൊ അമ്മ കോഴി കുഞ്ഞിക്കോഴികൾക്ക് ഉപദേശിക്കുകയാണ്, മുന്നോട്ടു പോകുന്ന നിന്റെ ജീവിതത്തിൽ നിന്റെ കണ്ണിന്റെ മുകളിലും താഴെയും ഇരുവശങ്ങളിലുമൊക്കെ നിനക്ക് കണ്ണു വേണം. അതുകൂടാതെ ഒരു ഉൾക്കണ്ണ് വേണം, ഒരിക്കലും അണയാത്ത ഒരു ഉൾക്കണ്ണ്. എപ്പോഴും ഏതപകടവും എത്തിച്ചേരും, അതിനെ തടുക്കുന്നതിനു വേണ്ടി ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ഒരു ഉൾക്കണ്ണ് നിനക്ക് എപ്പോഴും വേണം. അതൊരിക്കലും അണയാൻ പാടില്ല. പിന്നെ നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റും, അപ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും. ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊക്കോന്ന് പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ ജീവിതമാണ്, അത് നിന്റെ മാത്രം കാര്യമാണ്. അതുകൊണ്ട് നീ അത്രത്തോളം ശ്രദ്ധാലുവായി ജീവിക്കണം. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇത് ഏതൊരു അമ്മമാരും അച്ഛന്മാരും മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമല്ലേ? നാളെ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ചിറകിൻ കീഴിൽ നിന്ന് മാറുമ്പോൾ ഈ ലോകത്തിൽ പതിയിരിക്കുന്ന ചതിയും വഞ്ചനയും ആപത്തുകളുമൊക്കെ അവർ തിരിച്ചറിയണ്ടേ? എന്നിട്ട് അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന രീതിയിൽ അത്രയും ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട ഉത്തരവാദിത്വം അത് അവരുടെ മാത്രം കർമ്മമാണ്, അവരുടെ മാത്രം ശ്രദ്ധയാണ് അതിൽ വേണ്ടത് എന്നുള്ളതാണ്. എത്ര അർത്ഥവത്തായ വരികളാണല്ലേ?